സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്സ്. ഇപ്പോൾ സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്സ് പറയുന്നതിന് മുമ്പിൽ നേരത്തെ ഞാൻ പറഞ്ഞു സ്ലഡ്ജിൻ്റെ സോഴ്സ് പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്നുള്ള സ്ലഡ്ജ് അതിന് റോ സ്ലഡ്ജ് എന്ന് പറയും. സെക്കൻഡറി സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്നുള്ള സ്ലഡ്ജിന് സെക്കൻഡറി സ്ലഡ്ജ് എന്ന് പറയും. ഈ രണ്ട് നിന്ന് കിട്ടുന്ന സ്ലഡ്ജും എന്ന് പറഞ്ഞത് പിന്നെ എന്താണ്, ഇറ്റ് കണ്ടെയ്ൻസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ്, പിന്നെ അതുപോലെ ഒരു പ്യൂട്രിസ്കൈബിൾ ഇൻ നേച്ചർ. അപ്പോൾ ഇത് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പിൽ സ്ലഡ്ജിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക. ആ സ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്ലഡ്ജ് ഡൈജഷൻ എന്ന് പറഞ്ഞത്. ദ സ്ലഡ്ജ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ദ ഓർഗാനിക് സോളിഡ്സ് ആർ ഡീകമ്പോസ്ഡ് ഇൻ ടു സ്റ്റേബിൾ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ ദ സ്ലഡ്ജ് വിഡ്രോൺ ഫ്രം ദ സെഡിമെൻറ്റേഷൻ ബേസിൻസ് contains a lot of putrescible organic matter, and if disposed of without any treatment, the organic matter may decompose, producing foul gases and a lot of nuisance, pollution and health hazards. In order to avoid such pollutions, the sludge is first of all stabilized by decomposing the organic matter under controlled anaerobic conditions and then disposed of suitably after drying on drying beds, etc. The process of stabilization is called the sludge digestion, and the tank where the process is carried out is called the sludge digestion tank. And the sludge digestion reduces the total mass of solids, destroys pathogens and makes it easier to dewater or dry the sludge. അപ്പോൾ സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗാനിക് മാറ്റർ കണ്ടൻറ്റിനെ നമ്മൾ ഡീകമ്പോസ് ചെയ്ത് ആനൈറോബിക് കണ്ടീഷനിലാണ്, ഇത് ആനൈറോബിക് യൂണിറ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഓർഗാനിക് മാറ്ററിനെ സ്റ്റെബിലൈസ് ചെയ്യുക. ആ പ്രോസസ്സിന് പ്രോസസ് ഓഫ് സ്റ്റെബിലൈസേഷനെയാണ് സ്ലഡ്ജ് ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ലഡ്ജ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇനി പറയേണ്ട ഈ സ്ലഡ്ജ് ഗെറ്റ്സ് ബ്രോക്കൺ ഇൻറ്റു 3 ഫോംസ്: ഡൈജസ്റ്റഡ് സ്ലഡ്ജ്, സൂപ്പർനേറ്റഡ് ലിക്കർ ആൻഡ് ഗ്യാസസ് ഓഫ് ഡീകമ്പോസിഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ ഡൈജസ്റ്റഡ് സ്ലഡ്ജ്. ഡൈജസ്റ്റഡ് സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേബിൾ ഹ്യൂമസ് ലൈക്ക് സോളിഡ് മാറ്റർ, ടാരി ബ്ലാക്ക് ഇൻ കളർ ആൻഡ് വിത്ത് റെഡ്യൂസ്ഡ് മോയ്സ്ചർ കണ്ടൻറ്റ് and is therefore having reduced oleum. Reduced oleum എന്ന് പറഞ്ഞാൽ ഏകദേശം 1/3 the volume of undigested sludge. And the quality of the digested sludge is much better than that of the undigested sludge and is free of pathogenic bacteria which are killed in the digestion process. അപ്പം ആ സ്ലഡ്ജ് എന്ന് പറഞ്ഞത് ബ്രോക്കൺ ഇൻറ്റു 3 ഫോംസ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡൈജസ്റ്റഡ് സ്ലഡ്ജ്. ഡൈജസ്റ്റഡ് സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്റ്റേബിൾ ഹ്യൂമസ് ലൈക്ക് സോളിഡ് മാറ്റർ കിട്ടും. അത് ടാരി ബ്ലാക്ക് ഇൻ കളറാണ്. അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് റോ സ്ലഡ്ജിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓളിയവും റെഡ്യൂസ് ചെയ്യും. ഓളിയോ എന്ന് പറഞ്ഞത് റോ സ്ലഡ്ജിൻ്റെ ഓളിയത്തിൻ്റെ 1/3. റോ സ്ലഡ്ജ് അല്ലെങ്കിൽ അൺഡൈജസ്റ്റഡ് സ്ലഡ്ജിൻ്റെ ഓളിയത്തിൻ്റെ 1/3 ആയിരിക്കും ഓളിയം ഓഫ് ഡൈജസ്റ്റഡ് സ്ലഡ്ജ്. അതുപോലെ ക്വാളിറ്റി ഓഫ് ഡൈജസ്റ്റഡ് സ്ലഡ്ജ് എന്ന് പറഞ്ഞത് റോ മറ്റേതിനേക്കാളും നല്ലതായിരിക്കും. പിന്നെ ഈ സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്സിൽ ഇതെന്ന് പറഞ്ഞാൽ പാത്തോജനിക് ബാക്ടീരിയ എല്ലാം കില്ല് ചെയ്യും ഈ ഡൈജഷൻ പ്രോസസ്സിൽ. അപ്പോൾ ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ഇറ്റ് ഈസ് എ സ്റ്റേബിൾ ഹ്യൂമസ് ലൈക്ക് സോളിഡ് മാറ്റർ, ടാരി ബ്ലാക്ക് ഇൻ കളർ ആൻഡ് വിത്ത് റെഡ്യൂസ്ഡ് മോയ്സ്ചർ കണ്ടൻറ്റ് ആൻഡ് is therefore having reduced oleum. Oleum is about 1/3 the volume of the undigested sludge. The quality of the digested sludge is much better than that of undigested sludge and is free of pathogenic bacteria which are killed in the digestion process. Second one, supernatant liquor. സൂപ്പർനേറ്റൻ ലിക്കർ എന്ന് പറഞ്ഞാൽ ഇത് ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പം വരുന്ന ലിക്വിഡ് പോർഷനെയാണ് നമ്മൾ സൂപ്പർനേറ്റൻ ലിക്കർ എന്ന് പറഞ്ഞത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ലിക്വിഫൈഡ് ആൻഡ് ഫൈൻലി ഡിവൈഡഡ് സോളിഡ് മാറ്റർ ആൻഡ് ഈസ് ഹാവിങ് ഹൈ BOD. ആ സൂപ്പർനേറ്റൻ ലിക്കറിൽ BOD ഹൈ ആയിരിക്കും, ഏകദേശം 3000 ppm. ദ BOD ഓഫ് ദി സൂപ്പർനേറ്റൻ ലിക്കർ ഈസ് അബൌട്ട് 3000 ppm. ദെൻ ലാസ്റ്റ്, ഗ്യാസസ് ഓഫ് ഡീകമ്പോസിഷൻ. ഗ്യാസ് എന്ന് പറഞ്ഞാൽ സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്സിലെ മെയിൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ മീഥൈൻ ആണ്. എന്ന് പറഞ്ഞാൽ ഗ്യാസസ് ലൈക്ക് മീഥൈൻ, ദാറ്റ് ഈസ് 65 to 70% മീഥൈൻ,
30% carbon dioxide, and traces of other inert gases like nitrogen, hydrogen sulfide, etc. are evolved. അപ്പോൾ മെയിൻ ഗ്യാസ് മീതെയിൻ, അതെന്ന് പറഞ്ഞത് 65 to 70%. രണ്ടാമത് കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ 30%. ആൻഡ് ദീസ് ഗ്യാസ് മേ ബി കളക്റ്റഡ് ആൻഡ് പർട്ടിക്കുലർലി എന്ന് പറയുമ്പോൾ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർലി മീതെയിൻ വിച്ച് ഹാസ് എ ഹൈ കലോറിഫിക് വാല്യൂ ആൻഡ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ. അപ്പോൾ മീതെയിനെ കളക്ട് ചെയ്ത് നമുക്ക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം. Then the amount of gas produced on an average is about 0.9 meter cube per kilogram of volatile solids reduced in digestion. അപ്പോൾ amount of gas എന്ന് പറഞ്ഞത് 0.9 meter cube ആണ് per kilogram of volatile solids reduced in digestion. And the digested sludge is dewatered, dried up and used as fertilizer. ആ ഡൈജസ്റ്റ് ചെയ്ത് കിട്ടുന്ന സ്ലഡ്ജ് എന്ന് പറഞ്ഞത് ഡീവാട്ടർ ചെയ്യണം, ഡ്രൈ ചെയ്യണം, എന്നിട്ട് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, സ്റ്റേജസ് ഇൻ ദി സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. സ്റ്റേജസ് ഇൻ സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്. അപ്പോൾ ഈ സ്ലഡ്ജ് ഡൈജഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അങ്ങ് ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ആവില്ല, അതിന് 3 സ്റ്റെപ്പുണ്ട്. അപ്പോൾ 3 distinct stages have been found to occur in the biological action involved in the natural process of sludge digestion. The stages are acid fermentation, acid regression and alkaline fermentation. ഇപ്പോൾ 3 സ്റ്റേജ് ഉണ്ട്: ആസിഡ് ഫെർമെൻറ്റേഷൻ, ആസിഡ് റിഗ്രഷൻ ആൻഡ് ആൽക്കലൈൻ ഫെർമെൻറ്റേഷൻ. ഇപ്പോൾ ഫസ്റ്റ് വൺ, ആസിഡ് ഫെർമെൻറ്റേഷൻ സ്റ്റേജ്. ഇൻ ദി ആസിഡ് ഫെർമെൻറ്റേഷൻ സ്റ്റേജ്, അപ്പോൾ ഇതെന്ന് പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സ്ലഡ്ജ് ഡൈജഷൻ ആണ്. ഇൻ ദിസ് ഫസ്റ്റ് സ്റ്റേജ്, ഫ്രഷ് സിവേജ് സ്ലഡ്ജ് ബിഗിൻസ് ടു ബി ആക്റ്റഡ് അപ്പോൺ ബൈ anaerobic and facultative bacteria which first decompose the easily available food substances such as carbohydrates എന്ന് പറഞ്ഞാൽ sugar, cellulose, starch, etc. and soluble nitrogenous compounds. This action of bacteria starts fermentation and provides the decomposition are acid carbonates and volatile organic acids and gases like methane, carbon dioxide, hydrogen sulfide, etc. അപ്പോൾ in the acid fermentation സ്റ്റേജിൽ ഫ്രഷ് സിവേജ് സ്ലഡ്ജ് ആനൈറോബിക് അല്ലെങ്കിൽ ആനൈറോബിക്കും ഫാക്കൾട്ടേറ്റീവ് ബാക്ടീരിയ ആയിട്ട് ആക്ട് ചെയ്ത് അതിനെക്കാളാണ് ആസിഡ് ഫോർമേഴ്സ് എന്ന് പറയും. ഈ ഓർഗാനിസംസ് ഓർഗാനിക് സോളിഡ്സിനെ സോളിബിളൈസ് ചെയ്ത് ത്രൂ ഹൈഡ്രോളിസിസ്. അപ്പോൾ കിട്ടുന്ന സോളിബിൾ പ്രോഡക്റ്റ് ആർ ദെൻ ഫെർമെൻറ്റഡ് ടു വോളറ്റൈൽ ആസിഡ്സ് ആൻഡ് ഓർഗാനിക് ആൽക്കഹോൾസ്. അപ്പോൾ ആസ് ഇൻ ദി ആസിഡ് ഫെർമെൻറ്റേഷൻ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സ്ലഡ്ജ് ഡൈജഷൻ, ദ ഫ്രഷ് സിവേജ് സ്ലഡ്ജ് begins to be acted upon by the anaerobic and facultative bacteria called the acid formers, and these organisms solubilize the organic solids through hydrolysis. The soluble products are then fermented to volatile acids and organic alcohols of low molecular weight like propionic acid, acetic acid, etc. Gases like methane, carbon dioxide and hydrogen sulfide are also evolved. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ കൂടുതൽ മീഥെയിൻ ഗ്യാസ് ഒന്നും ഫോം ചെയ്യില്ല, കുറച്ച് മീഥെയിൻ ഗ്യാസ് പിന്നെ ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഫോം ചെയ്യും. ദെൻ ഇൻറ്റൻസീവ് ആസിഡ് പ്രൊഡക്ഷൻ മേക്സ് ദ സ്ലഡ്ജീസ് ഹൈലി അസിഡിക്. അപ്പോൾ കൂടുതൽ ഇതിനകത്ത് ഓർഗാനിക് ആസിഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആസിഡ് ഉണ്ടെങ്കിൽ pH വാല്യൂ എന്ന് പറഞ്ഞത് <7 ആയിരിക്കും. അപ്പോൾ സ്ലഡ്ജ് ഈസ് ഹൈലി അസിഡിക് ആൻഡ് ലോവേഴ്സ് ദ pH വാല്യൂ ടു <6.
Then highly putrefactive odors are evolved during this stage, which continues for a period of about 15 days. And BOD of the sludge increases to some extent during this stage. അപ്പോൾ ഈ ആസിഡ് ഫെർമെൻറ്റേഷൻ സ്റ്റേജിൽ കൂടുതൽ ആസിഡ്സ് ഫോം ചെയ്യും. അപ്പോൾ സ്ലഡ്ജ് എന്ന് പറഞ്ഞത് അസിഡിക് ആയിരിക്കും. അസിഡിക് മീൻസ് ഇപ്പോൾ ഇതിൽ pH വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 6 ആയിരിക്കും. ഈ സ്റ്റേജ് ഒരു ഏകദേശം ആദ്യത്തെ ഒരു 15 ദിവസം കണ്ടിന്യൂ ചെയ്യും. BOD എന്ന് പറഞ്ഞത് കൂടിക്കൊണ്ടേയിരിക്കും. BOD ഓഫ് ദ സ്ലഡ്ജ് ഇൻക്രീസസ്. ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആസിഡ് റിഗ്രഷൻ സ്റ്റേജ്. അതെന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ആണ്. ഇൻ ദിസ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് the volatile organic acids and nitrogenous compounds of the first stage are attacked by the bacteria so as to form again acid carbonates and ammonia compounds. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഫോം ചെയ്ത വോളറ്റൈൽ ഓർഗാനിക്സ് നൈട്രോജനസ് കോമ്പൗണ്ട്സ് ഒക്കെ വീണ്ടും ബാക്ടീരിയ ആയിട്ട് ആക്ട് ചെയ്ത് എന്തോ ആസിഡ് കാർബണേറ്റ്സും അമോണിയ കോമ്പൗണ്ട്സും ഫോം ചെയ്യും. സ്മോൾ amounts of hydrogen sulfide and carbon dioxide gases are also given off. Then the decomposed sludge has a very offensive odor and its pH value rises a little, that is about 6.8. The decomposed sludge also entraps the gases of decomposition, and this stage continues for a period of about 3 months, and the BOD of the sludge remains high during this stage. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലും BOD ഹൈ, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലും BOD ഹൈ ആയിരിക്കും. പിന്നെ ഈ സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ അത് ഏകദേശം 3 months കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ആദ്യത്തെ 15 days, രണ്ടാമത് 3 months. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് വീണ്ടും ആനേറോബിക് ബാക്ടീരിയ ആയിട്ട് ആക്ട് ചെയ്ത് വീണ്ടും എന്തോ ആസിഡ് കാർബണേറ്റും അമോണിയ കോമ്പൗണ്ട്സും ഫോം ചെയ്യും. അതുകൂടാതെ കുറച്ച് ഹൈഡ്രജൻ സൾഫൈഡും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ സ്മോൾ എമൗണ്ട് ഓഫ് മീഥൈൻ ഫോം ചെയ്യും. ഇനി ലാസ്റ്റ് സ്റ്റേജ് ഓഫ് സ്ലഡ്ജ് ഡൈജഷൻ, ആൽക്കലൈൻ ഫെർമെൻറ്റേഷൻ സ്റ്റേജ്. ഇതെന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേജ് ആണ്. ഇൻ ദിസ് ഫൈനൽ സ്റ്റേജ് ഓഫ് സ്ലഡ്ജ് ഡൈജഷൻ, മോർ റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽസ് ലൈക്ക് പ്രോട്ടീൻസ് ആൻഡ് ഓർഗാനിക് ആസിഡ്സ് ആർ അറ്റാക്ഡ് and broken up by anaerobic bacteria called methane formers into simple substances like ammonia, organic acids and gases. അപ്പോൾ ആൽക്കലൈൻ ഫെർമെൻറ്റേഷൻ സ്റ്റേജിൽ വരുമ്പോൾ പ്രോട്ടീൻസ്, ഓർഗാനിക് ആസിഡ്സ് ഇതെല്ലാം അറ്റാക്ട് ആൻഡ് ബ്രോക്കൺ അപ്പ് ബൈ anaerobic bacteria called methane formers into simple substances like ammonia, വീണ്ടും ഓർഗാനിക് ആസിഡ്സ് പിന്നെ ഗ്യാസ്. And during this stage, the liquid separates out from the solids and the digested sludge is formed. അപ്പോൾ തേർഡ് സ്റ്റേജ് വരുമ്പോഴേ ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ഫോം ചെയ്യുള്ളൂ. ആൻഡ് ദിസ് ഡൈജസ്റ്റഡ് സ്ലഡ്ജ് കളക്റ്റഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദ ഡൈജഷൻ ടാങ്ക് ആൻഡ് ഈസ് കോൾഡ് റൈപ്പൺ സ്ലഡ്ജ്. RIPENED, റൈപ്പൺ സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ ആ ഡൈജസ്റ്റഡ് സ്ലഡ്ജ്, ടാങ്കിൻ്റെ ബോട്ടത്തിൽ കളക്ട് ചെയ്യുന്ന ഡൈജസ്റ്റഡ് സ്ലഡ്ജിനെയാണ് റൈപ്പൺ സ്ലഡ്ജ് എന്ന് പറഞ്ഞ്. ദ ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ഈസ് ആൽക്കലൈൻ ഇൻ നേച്ചർ ആൻഡ് ദ pH വാല്യൂ ഈസ് എബവ് 7. എബവ് 7 എന്ന് പറയുമ്പോൾ ഏകദേശം about 7.5. ആൻഡ് ഇവിടെ വരുമ്പോൾ മീഥെയിൻ, ക്വാണ്ടിറ്റി ഓഫ് മീഥെയിൻ ഗ്യാസ് എന്ന് പറഞ്ഞത് കൂടുതലായിരിക്കും. നേരത്തെ 2 സ്റ്റേജിലും കുറവായിരുന്നു. തേർഡ് സ്റ്റേജ് വരുമ്പോൾ ലാർജ് വോള്യൂംസ് ഓഫ് മീഥെയിൻ ഗ്യാസ് along with the small amount of carbon dioxide and nitrogen are evolved during this stage. And this stage continues for a period of about 1 month. And the BOD of the sludge also rapidly falls down during this stage. അപ്പോൾ ടോട്ടൽ ടൈം റിക്വയർഡ് ഫോർ സ്ലഡ്ജ് ഡൈജഷൻ ഈസ് 4.5 months. ഫസ്റ്റ് 15 days, സെക്കൻഡ് 3 months, ലാസ്റ്റ്
1 month. അപ്പോൾ ടോട്ടൽ ഡൈജഷൻ പീരീഡ് എന്ന് പറഞ്ഞത് 4.5 months ഈസ് റിക്വയർഡ് ഫോർ ദി കംപ്ലീറ്റ് digestion of the sludge.